വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ മുളകിട്ടതാണ്. ഇവിടെ ഞാൻ നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. നെയ്മീൻ കഷ്ണങ്ങൾ നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി നമുക്കെടുത്ത് അത് അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉലുവയും 1/4 ടീസ്പൂൺ അളവിൽ കടുകും ചേർത്ത് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ചെറുതായി കൊത്തിയരിഞ്ഞ കഷ്ണങ്ങളാണ്. ഇവ ചേർത്തതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇവ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമെല്ലാം മാറി ഇഞ്ചിയും വെളുത്തുള്ളിയും ആവശ്യത്തിന് മൂത്ത് വരുന്ന സമയം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു കൈപ്പിടി നിറയെ കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളക് നെടുകെ കീറിയതും ആവശ്യത്തിന് കറിവേപ്പിലയും ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇവ ചേർത്തതിന് ശേഷം ആ കൊച്ചുള്ളി ചെറുതായി നന്നായി വഴന്ന് കിട്ടുന്ന സമയം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കൂടെ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായി ഞാൻ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ളിയെല്ലാം ആവശ്യത്തിന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള മസാലകൾ ഒന്നൊന്നായി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും മിക്സ് ആയിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കറിക്ക് നല്ല കളറും ആവശ്യത്തിനുള്ള എരിവും കിട്ടുന്നതാണ്. ഇപ്പോൾ തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഞാനിത് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. ആ മസാലയുടെ പച്ചമണമെല്ലാം മാറി മസാല ആവശ്യത്തിന് മൂത്ത് വരുന്ന സമയത്താണ് ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി ചേർത്തതിന് ശേഷം ആ തക്കാളി ഒന്ന് നന്നായി വഴന്ന് കിട്ടുന്ന സമയം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം ആവശ്യത്തിന് മാഷായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. നാരങ്ങ വലുപ്പത്തിൽ വാളൻപുളി എടുത്തിട്ടുണ്ട്. ഇത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാനായി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കുടംപുളി വാളൻപുളിക്ക് പകരം യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം പുളി നന്നായി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കവർ ചെയ്ത് ഇത് നന്നായി തിളച്ച് വരുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കറിയെല്ലാം ആവശ്യത്തിന് തിളച്ച് വന്നിട്ടുണ്ട്. കറി നന്നായി തിള വന്നതിന് ശേഷം വേണം നമ്മൾ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാൻ. ഇവിടെ ഞാൻ നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നെയ്മീൻ കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ദശക്കട്ടിയുള്ള ഏത് മീൻ ഉപയോഗിച്ചും നിങ്ങൾക്ക് ഈ രീതിയിൽ കറി ഉണ്ടാക്കാവുന്നതാണ്. മീൻ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം ഇതിനകത്ത് നന്നായി തിളച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ മീൻ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം നമ്മൾ തവി ഉപയോഗിച്ച് ഇത് ഇളക്കാൻ പാടില്ല. ഒന്ന് ചട്ടി ചുറ്റിച്ചെടുക്കാൻ മാത്രമേ പാടുള്ളൂ. അല്ലെങ്കിൽ മീൻ കഷ്ണങ്ങൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ ഇടവരും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അയക്കൂറ മുളകിട്ടത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി ആവശ്യമില്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് തുറന്ന് വെച്ച് ഇതിൻ്റെ ചാറ് ആവശ്യത്തിനനുസരിച്ച് കുറുക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക.